കല്യാണമരുന്നിന് ക്ഷണിക്കപ്പെട്ട വെള്ളത്തെ മേൽത്തലമേഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി നീതിയുടെയും സത്യത്തിന്റെയും മണവാളനമായ കർത്താവേ, ഈ പ്രാർത്ഥന കാരണപൂർവ്വം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ അവിടുത്തെ വലതുകരം ഇവരിൽ ആവശ്യപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാർക്കുന്നു. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ ഉള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മുറിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുവാൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാർക്കുമോ ദൈവമായ കർത്താവ് അതിനെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവന്റെ ക്ഷയമറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്
നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാം ചെലവിടത്തവനും ദൈവത്തിന്റെ ജീവനുള്ളവനുടെ ഭർത്താവും രക്ഷകനുമായ യേശുമിശിഹായുടെ യുഗലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശുദമ്പുരാൻ ഗലീലാവിട്ട് യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാകുന്നുവോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. ഉശയോ ലഘു ലഘു. Your Excellency, ബഹുമാനപ്പെട്ട കർഗയിലച്ചൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു കർമ്മത്തിലാണ് നമ്മളെല്ലാവരും ഭാഗഭാക്കാകുന്നത്. തെക്കേത്തുണ്ടിയിൽ കുടുംബവും ചരിവിള തെക്കേതിൽ കുടുംബവും, ഈ രണ്ട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന സന്തോഷത്തിൽ ഞാനും വ്യക്തിയായും സഭയായും ഭാഗഭാക്കാവുകയാണ്. ഈ സന്തോഷം ഇന്ന് നിലനിൽക്കട്ടെ എന്ന്, നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയമായി പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ, ജിജനും അനുഗ്രഹയും, വിവാഹമെന്ന കൂദാശയിലൂടെ ഒരിക്കലും വേർതിരിക്കാൻ സാധിക്കാതെ വണ്ണം ഒന്നായി തീരുന്ന വലിയൊരു അത്ഭുതത്തിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാ കൂദാശയിലും അത്ഭുതമാണ്. നാം അപ്പമെടുത്ത് പുരോഹിതൻ ആശീർവദിച്ച് മുറിച്ച് നൽകുമ്പോൾ അത് കർത്താവിൻ്റെ തിരുശരീരമായി തീരുന്നു, വീഞ്ഞ് തിരുരക്തമായി തീരുന്നു. അതുപോലെ കൂദാശയിൽ ഇനി നിങ്ങൾ രണ്ടല്ല ഏക ശരീരമാകുന്നു എന്ന് വചനം നിറവേറ്റിക്കൊണ്ട് ഈ മക്കൾ ഈ ശുശ്രൂഷയിലൂടെ രണ്ടല്ല ഇനി ഒന്നായിത്തീരുന്നു. മടങ്ങിപ്പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിയെന്ന് വരാം, അനുഗ്രഹയും ജിജനും രണ്ടായിരിക്കുന്നുവെന്ന്. പക്ഷേ കൗദാശികമായി അവരൊന്നായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം പ്രാർത്ഥിക്കുന്നത് ഈ ഐക്യത്തിൽ എന്നും ഒരു നിലനിൽക്കാനിടയായിത്തീരണം. ഈ കൂദാശ ശുശ്രൂഷയിൽ ആകമാനം നാം പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണം. പരിശുദ്ധാത്മാവാണ് എല്ലാ കൂദാശകളിലും ഈ അത്ഭുതത്തിന് കാരണമായി തീരുന്നത്. ഇവിടെയും ഈ മക്കളെ ഒന്നാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയായിട്ടാണ്. പെന്തക്കോസ്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ കൂദാശാകർമ്മം നടക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ മക്കൾ ആരംഭിക്കുന്ന ഒരു യാത്ര
അനുഗ്രഹീതമായ ഒരു തീർത്ഥാടനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശം എന്താണ്? ഈ 2 മാസമായി നിരന്തരം മുഴങ്ങി കേൾക്കുന്ന എന്താണ്? ബ്രേക്ക് ദ ചെയിൻ, കണ്ണി മുറിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് ദ ചെയിൻ. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ മക്കളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഡോൺ ബ്രേക്ക് ദ ചെയിൻ. ഈ കണ്ണി ഒരിക്കലും മുറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലം നമുക്കൊക്കെ നൽകിയ ഒരു ഉൾക്കാഴ്ച, നാം വിചാരിച്ചത് നാം വ്യഗ്രതയോട് ഓടി നടന്ന് ഈ ലോകമെല്ലാം ഒരു തറവാടാക്കാം, കണ്ടുമുട്ടുന്നവരെല്ലാം നമ്മുടെ സ്വന്തമാകും, ഈ ശാസ്ത്രവും ഈ ആധുനികമായ സാങ്കേതിക വിദ്യയുമൊക്കെ നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. സ്വർഗം കൽപ്പിച്ചു. മോഡിയോ പിണറായിയോ അല്ല, സ്വർഗം കൽപ്പിച്ചു വാതിലടച്ച് കുടുംബത്തോടൊപ്പം അകത്തിരിക്കുക എന്നുള്ളത്. പുറത്ത് സംഹാരദൂതനുണ്ട്, പുറത്ത് സംഹാരദൂതനുണ്ട്. ഇത് വലിയൊരു സന്ദേശമാണ്. കുടുംബം വിട്ട് പുറത്തു പോയി, പുറത്താണ് യഥാർത്ഥത്തിൽ സന്തോഷം സൗഭാഗ്യമെന്ന് വിചാരിക്കുന്നവൻ സംഹാരദൂതന്റെ പിടിയിൽപ്പെടും. അങ്ങനെ സംഹാരദൂതനാൽ തകർക്കപ്പെട്ട കുടുംബങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലും കണ്ടെത്താനുണ്ട്. ഈ കണ്ണി പൊട്ടിച്ച് പുറത്ത് കടന്നു കുടുംബത്തിന് പുറത്തുള്ള ഒരു ലോകത്ത് സന്തോഷം കണ്ടെത്താൻ, ആഘോഷം കണ്ടെത്താൻ ശ്രമിച്ച ഒരു തലമുറയോട് സ്വർഗം കൽപ്പിച്ചു, നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങുക, കുടുംബത്തെ ദേവാലയമാക്കുക എന്നുള്ളതാണ്. ഈ 2 മാസമായി നാം കുടുംബം ദേവാലയമാക്കി മാറ്റാൻ പഠിക്കുകയാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് അതാണ്. യഥാർത്ഥത്തിൽ സഭ നമ്മെ പഠിപ്പിച്ചത് അതാണ്. നിന്റെ കുടുംബം ദേവാലയമാണ്, കുടുംബം ദേവാലയമാണ്. ഈ കുടുംബത്തിൽ ദേവാലയം കണ്ടെത്താൻ സാധിക്കാത്തവർക്ക് ഇടവക ദേവാലയം എങ്ങനെ ദേവാലയമാകും? കുടുംബത്തിൽ വിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും സാക്ഷ്യജീവിതവും സാധ്യമല്ലെങ്കിൽ ഈ ദേവാലയം തുറന്നു വെച്ച് ആഘോഷമായ ഈ കർമ്മങ്ങൾ കൊണ്ട് എന്ത് കാര്യം? ഈ കുടുംബത്തെ ദേവാലയമാക്കി നിലനിർത്തുന്നതിന് ആവശ്യമാകുന്ന കൃപകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇടവക ദേവാലയത്തിൽ നിന്ന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കേണ്ടത്. ഇപ്പോൾ ദേവാലയത്തെ ദേവാലയമാക്കുന്നത് എന്ത് എന്ന് തീർച്ചയായും ഈ നാളുകളിൽ നാം പഠിച്ചു. ഒന്നാമതായി വിശുദ്ധ കുർബാനയുള്ളിടത്താണ് ദേവാലയം. ബലിപീഠമുണ്ട്, ബലി നടക്കണം, കുടുംബത്തിൽ ബലി നടക്കണം. ഇന്ന് അനുഗ്രഹയും ജിജിനും നമ്മുടെ മധ്യേ അവര് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരായി ഈ ലോകത്തിലെ മുറിവുകളൊന്നും ഏൽക്കാതെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് നല്ല വ്യക്തിത്വത്തിൽ രൂപീകരിക്കപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ആര് ബലിയായി തീർന്നത് കൊണ്ടാണ്? അവരുടെ മാതാപിതാക്കൾ ബലിയർപ്പിച്ചത് കൊണ്ടാണ്. ഒരു കുടുംബത്തിന്റെ ബലിയാണ് യഥാർത്ഥത്തിൽ. ആ ഒരു ബലിയർപ്പണത്തിന്റെ ഫലമാണ്, സത്ഫലമാണ് ഈ കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ്, ഈ മക്കൾ എന്നുള്ളതാണ്. 2 കുടുംബത്തിന്റെ ആ ബലി ജീവിതത്തിന്റെ സത്ഫലമാണ്. പിന്നെ നമ്മളുടെ ആ ഒരു കേടൽ വരുമ്പോൾ എന്താണ്? ഈ പ്രിയപ്പെട്ട ജിജിനും അനുഗ്രഹയും ചേർന്ന് വീണ്ടും ഒരു ബലിപീഠം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ ബലി അർപ്പിക്കേണ്ട കർമ്മമാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആ ഒരു ബലി ആഘോഷിക്കേണ്ട കർമ്മം ഇന്ന് കൗതാശികമായി ഇവരൊന്നാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് സമ്മാനമായി ഞങ്ങൾ 3 സമ്മാനം തരുന്നുണ്ട്. ഒന്നാമതായി നിങ്ങൾക്ക് തരുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ ദേവാലയം ബലിയർപ്പിക്കുന്ന ബലിപീഠമുണ്ട്, അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വചനപീഠമുണ്ട്. വചനപീഠം
ബലിപീഠത്തോളം യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനം ജീവിക്കുന്നിടത്ത് മാത്രമേ ബലിയർപ്പണം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിൽ മുഖ്യഭാഗത്തിൽ കടക്കുന്നതിന് മുമ്പ് വചനം വായിച്ച് ധ്യാനിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസ്തുതിപ്പുകൾ ഉയരണം. നമുക്കൊക്കെ കൂട്ടുകാരും കൂട്ടായ്മകളും കൂടിവരവുകളും ഉണ്ട്, ആൾക്കൂട്ടങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഉള്ള കൂട്ടായ്മ നമ്മുടെ കുടുംബത്തിലാണ്, പരിശുദ്ധ ത്രിത്വത്തിന്റെ മാതൃകയിലുള്ള ആ ഒരു കൂട്ടായ്മ. അതുകൊണ്ട് ഈ കാലഘട്ടം നൽകുന്ന പാഠങ്ങളെല്ലാം കുടുംബത്തെ പോഷിപ്പിക്കണം എന്നുള്ളതാണ്, കുടുംബജീവിതത്തെ പോഷിപ്പിക്കണം എന്നുള്ളതാണ്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബലിവസ്തുക്കളായി തീരാൻ, ബലിയർപ്പകരായി തീരാൻ, വചന ശുശ്രൂഷകരായി തീരാൻ, വചനം സ്വീകരിക്കുകയും വചനം പങ്കുവയ്ക്കുകയും വചനം ജീവിക്കുകയും ചെയ്യുന്നവരായി തീരാൻ, ദൈവസ്തുതിപ്പുകളാക്കി ഉയർത്തുന്നവരായി തീരാൻ, അങ്ങനെ സാക്ഷ്യം നൽകുന്ന ഒരു കുടുംബമായി തീരാൻ ഇടയായി തീരട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഇവിടെ ആള് നിറഞ്ഞ് ഈ അന്തരീക്ഷം മുഴുവനും വിയർപ്പെടുക്കത്തക്കവണ്ണം ശ്വാസം വിടാൻ ഇടമില്ലാതെ ഈ ചെറിയ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ കൂടേണ്ടതാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. പക്ഷെ അവിടെയെല്ലാം അനുഗ്രഹവും പ്രാർത്ഥനയും. കാതോലിക്കോ തിരുമേനി തന്നെ യഥാർത്ഥത്തിൽ ഈ ചെരുവിള തെക്കേ തിരുവീടിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന, പ്രത്യേകമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിതാവാണ്. പിതാക്കന്മാരായാലും വൈദികരായാലും നമ്മളുടെ വിശ്വാസികളുടെ സമൂഹമായാലും നമ്മൾ ആംഗ്ലിക്കൻ സഭയിലെ അഭിനന്ദനായ തിരുമേനിയുടെ സാന്നിധ്യം നമുക്കുണ്ട്. വലിയ തരത്തിലുള്ള ഈ പരിമിതികൾക്ക് മധ്യേതമായിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, അനേകരുടെ ആശീർവാദം നിങ്ങളുടെ ശിരസിനും പോലെയുണ്ട്, അനേകരുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ അനുഗ്രഹീതമായ കുടുംബജീവിതം പൂർത്തിയാക്കുന്നത് കാണാൻ ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഹൃദയപൂർവ്വം അറിയിക്കുന്നതിന് ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ, രണ്ടാമതായി ജപമാലയാണ് നൽകുന്നത്. ഈ മാസം മെയ് മാസമാണ്, വണക്കമാസമാണ്, മുടങ്ങാതെ ജപമാല ചെല്ലുന്ന മാസമാണ്. ഈ മാസം മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഒന്നു ചേർന്ന് ഒരു ജപമാല ചെല്ലാൻ, ഒരു ജപമാലയെങ്കിലും ചെല്ലാൻ സാധിച്ചാൽ അത് മാതാവിനോട് പ്രാർത്ഥനയല്ല, മറിച്ച് ക്രിസ്തു രഹസ്യങ്ങൾ, ലക്ഷണീകരണങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വചനം ഉരുവിട്ടുകൊണ്ട് നടത്തുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. അത് വലിയൊരു ആയുധമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോൾ ശുദ്ധമായ മറിയമേ പ്രതിവാക്യം പറയാൻ ഒരാൾ വേണം, അതാണ് ഭാര്യ. ഇപ്പോൾ എന്താണ്, ആ ഒരു പാരമ്പര്യം തുടരണം. അത് നമ്മള് പറയുന്ന തറുതല പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെയല്ല, മറിച്ചെന്താണ് നമ്മുടെ പ്രാർത്ഥനകളെ പൂരിപ്പിക്കുന്ന നമ്മളുടെ ജീവിത പങ്കാളികൾ ഉണ്ടാവുക. അതുകൊണ്ട് കാലഘട്ടം നൽകുന്ന എല്ലാ സന്ദേശങ്ങളും കൊണ്ടുകൊണ്ട് ഇന്ന് പുറന്നു വീഴുന്ന ഈ കുടുംബം ഈ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് അനുഗ്രഹീതമായി തീരുന്നതിൽ യാതൊരു സംശയം. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട ജിജിനിപ്പോൾ ന്യൂസിലൻഡിലായിരിക്കേണ്ട ആളാണ്. ഈ ഒരു സാഹചര്യം സ്വസ്ഥമായി കല്യാണം നടത്താൻ ഇവർക്കൊന്നിച്ച് ഇവിടെ കുറെ നാൾ ചിലവഴിക്കാനും ഒരു അവസരം ലഭിക്കുകയാണ്. അനുഗ്രഹയുടെ ആ ഒരു പഠനവും മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു ക്രമീകരണമായി നാം ഇതിനെ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പറയസാറായാലും ദേശീയ ടീച്ചറായാലും നമ്മുടെ ഭദ്രാസനത്തിലെ അധ്യാപകർ എന്നുള്ള നിലയിൽ ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ മാത്യൂസ് സാറും സോശാമ്മ മാത്യൂസും അവര് പുല്ലാട് ഇടവക അംഗങ്ങൾ, അതോടൊപ്പം തന്നെ അവർ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നിടത്തെല്ലാം സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ പൊതുസമൂഹത്തോടും ഇതര സഭാ സമൂഹങ്ങളോടും പുലർത്തുന്ന ബന്ധത്തിന്റെ അടയാളം കൂടിയായിട്ടാണ് അതിന്റെ പിതാവിന്റെ സാന്നിധ്യവും ഈ അവസരത്തിൽ നമ്മുടെ പൂർവികരുടെ നല്ല പാരമ്പര്യങ്ങളും അനുഗ്രഹങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുടുംബം നമുക്കെല്ലാം സന്തോഷത്തിന് വക നൽകുന്ന, സാക്ഷ്യം നൽകുന്ന കുടുംബമായി
ജീവിക്കാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി നേരുകയാണ്. ഇത് നിങ്ങളുടെ ദിനമാണ്, നിങ്ങളുടെ ദിനമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ദിനം. ദൈവം ഒരുക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. എങ്കിൽ നിങ്ങൾക്ക് ശാന്തമായി പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഈ ശുശ്രൂഷകളിൽ പങ്കുപറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും അനേകരുടെ മൗനമായ ആശീർവാദവും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇപ്പോൾ സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയമാണല്ലോ. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന സ്തോത്ര കാഴ്ച കോവിഡ് മുഖാന്തരം കഷ്ടപ്പെടുന്ന ആളുകളുടെ ഭവനങ്ങളിലേക്ക് സഹായം എത്തിക്കുവാനാണ് ഉപയോഗിക്കുക. എല്ലാവരും സ്തോത്ര കാഴ്ചയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ കൈയാലിറങ്ങി മണവാളന് ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം. കർത്തൻ കൈയാലിറങ്ങി മണവാളന് ശ്രേഷ്ഠാചാര്യൻ
നീതിയുടെ കിരീടമണിയിക്കുകയും മനുഷ്യരുടെ അലങ്കാരങ്ങളാഘോഷിതനാകുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയമായ തന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാഴിൽ നിന്നോരു മകുടം കർത്തൻ കൈയാളിറങ്ങി മണവാട്ടിയ ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം. Menschmayo soyag noge lakalso yoye klilo risko keno soye barisho കർത്തൻ കൈയാളിറങ്ങി മണവാട്ടിയ ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം. നീതിയുടെ കിരീടവും മനുഷ്യരുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് തന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ചിഹ്നമെന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. Be
മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാതമ്പുരാൻ തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാതൻ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള അതിന് വലത് കൈ നിങ്ങളുടെ മേലാവസിപ്പിച്ച് സകലോപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സൂര്യയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടുന്നതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുകയെന്ന് നോബിയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. യാക്കോബ് പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിലിറങ്ങിയ മകോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി അർപ്പിക്കാം. ശിരസിൽ ചൂടിയിടും
ഇവരുടെ കാലം വാഴ്വാൻ നീടേണം. സ്തുതി പാടിടാ ഇവരുടെ മകനമുദക്കും ഗാനം വാഴ്ത്തിയിടണമേ നീ. സർവം ശ്രദ്ധിച്ചവനെ കൈക്കൊള്ളുന്നോനേ. പ്രാർത്ഥന കേട്ട മക്കളിൽ പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്രീവായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിന്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം വരവേൽപ്പിക്കും. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നു പറ്റും, പക്ഷെ ഞാൻ അതിൽ കുറ്റമില്ലാത്തവരായി. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകും. അനുഗ്രഹീതയും ദൈവമാതാവുമായ കന്യകമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചു അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലത് കൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. ബർഖമോർ വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങൾ ഏവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിപ്പാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടെ അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ സംരക്ഷണത്തിന് ഈ പുതിയ കുടുംബത്തെ നമുക്ക് ഫലമേൽപ്പിക്കും. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നെ ദിച്ചോ രേഖസുതൻ തൃക്കരങ്ങളിൽ അലിവായ് തൻ പക്കലപേക്ഷയണം വാഴ്വായി തീരണമേ മറിയാമിന്നോ അവൾ പ്രാർത്ഥനകൾ ശുഭ
അഴികളെയും നിൻ കോപത്തിൻ വടികളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. യുവാകൂദാശിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോരും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്റെ ഉന്നത സിംഹാസനത്തിനു മുമ്പ് കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഓ ശബാബക്കോലി ശുഭാവൽമീ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. പിതാവേ, ഏറ്റവും ആദരണീയനായ ഹിസ് എക്സലൻസി ദി ബിഷപ്പ് ഓഫ് ആംഗ്ലിക്കൻ ചർച്ച്, പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്ന് ഈ വിവാഹം ഇവിടെ കൂദാശ ചെയ്യപ്പെട്ട് ഈ ഒരു കുടുംബം പരിശുദ്ധ കത്തോലിക്ക സഭയില് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് രൂപീകരിക്കപ്പെടുമ്പോൾ ഏറ്റവും അനുഗ്രഹപ്രദമായ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഏറ്റവും അഭിനന്ദനായ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. അഭിനന്ദ പിതാവ് ഈ കുടുംബവുമായി വലിയ ബന്ധം പുലർത്തുന്ന കുടുംബമാണ്. സന്ദർഭവശാല് ഏപ്രിൽ മാസത്തില് ഈ വിവാഹം കൂദാശ ചെയ്യപ്പെടാൻ വേണ്ടിയിരിക്കുമ്പോൾ വരന്റെ ഭാഗത്തു നിന്നും അഭിനന്ദ തിരുമേനി തന്നെ ഈ വിവാഹം ആസ്വദിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അന്ന് പ്രത്യേക സാഹചര്യത്തില് വിവാഹം ഈ മാസത്തേക്ക് മാറ്റിവെക്കപ്പെട്ടപ്പോഴും അഭിനന്ദ പിതാവ് തന്നെ കടന്നു വരുവാനും വിവാഹം ആസ്വദിക്കുവാനും ഇടയായി. ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ പേരുടെയും ഇന്ന് ഇവിടെ എത്തണമെങ്കിൽ അത് ഒത്തിരി പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ വകവെക്കാതെയാണ്, കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവന്റെ പിതാവ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് രണ്ടു കുടുംബത്തോടും പിതാവിന് വളരെ അധികമായ അടുപ്പവും ബന്ധവും ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് കുടുംബങ്ങളുടെയും ഇടവകളുടെയും നാമത്തില് അവന്റെ സാമൂഹ്യ ന്യൂസ് തിരുമേനിയുണ്ട്. കുടുംബങ്ങളുടെ നാമത്തിലുള്ള ഏറ്റവും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഈ കുടുംബത്തിന്റെ സുഹൃത്തുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആംഗ്ലിക്കൻ ചർച്ചിന്റെ ബിഷപ്പ് ഏറ്റവും സ്നേഹത്തോടെ ഇതിന്റെ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരുടെയും നാമത്തില് അഭിനന്ദ തിരുമേനിയോടുള്ള നന്ദി അഭിനന്ദ ഐറേനിയോസ് തിരുമേനിയുടെയും കുടുംബത്തിന്റെ നാമത്തില് അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങള്, മാതാപിതാക്കള്, ഇന്നത്തെ പ്രത്യേകമായ ഒരു സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യത്തിന്റെ പരിമിതി